ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിരഞ്ജൻ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നല്ല, റംബൂട്ടാൻ കൊണ്ട് ഒരു ജാം ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ റംബൂട്ടാൻ കൊണ്ടൊരു ജാം ഉണ്ടാക്കാമെന്ന് നോക്കാം. ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ ജാമിന് വേണ്ടുള്ളൂ, റംബൂട്ടാനും പിന്നെ പഞ്ചസാരയും. ആദ്യം നമുക്ക് റംബൂട്ടാൻ എടുത്ത് അതൊന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ റംബൂട്ടാനൊക്കെ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനൊരു 20 റംബൂട്ടാനാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത്ര എടുക്കാം, ഇത്ര അളവൊന്നുമില്ല. തൊണ്ട് കളഞ്ഞു വെച്ചിരിക്കുന്ന ഈ റംബൂട്ടാൻ്റെ കാമ്പ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. കുരു മാറ്റിയെടുക്കണം. കുരു മാറ്റിയെടുത്തതാണിത്. അതിൻ്റെ കാമ്പ് മാത്രം ചെത്തിയെടുത്ത് വെച്ചതാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് അരച്ച അതിൻ്റെ പൾപ്പാണിത്. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കി ഈ പൾപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രം ചൂടായി. ഞാൻ ആ പൾപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ നിന്ന് ബബിൾസ് എല്ലാം വന്നത് തിളച്ച് തുടങ്ങും. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അത് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാം. ഉണ്ടോ, ഇപ്പോൾ ബബിൾസ് എല്ലാം കൂടുതലായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ജാം അങ്ങനെ റെഡിയായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ജാം റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ ഈ ജാമിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ജാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഈ ജാം കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാകും. കാരണം റംബൂട്ടാനൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഇത്തിരി പാടാണല്ലോ. അപ്പോൾ നമുക്കിതുപോലെ ജാം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടമാകും. എൻ്റെ ഈ ചെറിയൊരു കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും. Till then, bye bye. This is signing off, Gidu.